ഹൗ ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്. പ്ലസ് ടുവിൽ പഠിക്കുന്ന എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന വലിയൊരു ചിന്തയാണ്, പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് കരിയർ ചൂസ് ചെയ്യും, ഞാൻ നീറ്റ് എഴുതണോ, അഡ്വാൻസ് എഴുതണോ, CUT എഴുതണോ, എന്താണ് അതൊക്കെ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം അല്ലേ, എനിക്കത് കിട്ടുമോ? കാരണം നീറ്റ് 25 ലക്ഷം പേര് എഴുതുന്നതിൽ 25,000 പേർക്ക് മാത്രമേ നീറ്റ് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല, അത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമാണ്, അത് എനിക്ക് കാലിബർ ഇല്ല അത് കിട്ടാൻ. നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് പേടിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കണ്ടേ. കാരണം നിങ്ങളത് ചെയ്യാൻ നിങ്ങൾ ഹാർഡ് വർക്ക് ഇടും. അതിപ്പോൾ കിട്ടൂലേ എന്ന് അത് സെക്കൻഡ് ഓപ്ഷനാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്നതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടൂല എന്ന് സെക്കൻഡ് ഓപ്ഷനാണ്, നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, സെക്കൻഡ് ഓപ്ഷനാണത്. നിങ്ങൾ പഠിക്കുക, നല്ല വൃത്തിക്ക് പഠിക്കുക, എന്നിട്ട് എക്സാം വരുമ്പോൾ പോയി എക്സാം എഴുതുക. കിട്ടുകയാണെങ്കിൽ കിട്ടും, കിട്ടൂലെങ്കിൽ കിട്ടൂല, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് എക്സാം, ഇറ്റ്സ് നോട്ട് എ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. ഓക്കെ, കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിനക്ക് വിധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്കത് ഒന്നും കൂടി എഴുതി നോക്കാം. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് എഴുതി നോക്കാം. ആരും നിന്നെ കുറ്റം പറയില്ല. നിങ്ങൾക്കത് മടി കൊണ്ടാണ് നിങ്ങളത് നേടാൻ കഴിയാത്തത്. എനിക്കതിനൊന്നും വയ്യ, എനിക്കതൊന്നും നേടാൻ വയ്യ, കുറേ പഠിക്കണ്ടേ, കുറേ പഠിച്ചിട്ട് എന്തിനാ, കുറച്ച് പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ഒരു മൈൻഡാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ പോയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം പറയാം, നിങ്ങളിപ്പം നീറ്റാണ് എഴുതാൻ വിചാരിക്കുന്നതെങ്കിൽ നീറ്റ് അച്ചീവ് ചെയ്തിട്ട് നിങ്ങളെ ഫാമിലിനോട് ആ പറയുന്ന മൊമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മ അപ്പ എനിക്ക് നീറ്റ് കിട്ടി, ഉമ്മ അപ്പ ഞാൻ ഡോക്ടറാവും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആ ഉമ്മൻ്റെ ഉപ്പൻ്റെ മനസ്സിൽ വരുന്നൊരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളോട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ തള്ളി പറഞ്ഞവരെല്ലാവരും നിങ്ങളെടുത്തു എന്ന് പറയും, നന്നായി മോളെ, നിന്റെ ഹാർഡ് വർക്കിന് പ്രതിഫലം കിട്ടിയില്ലേ. അങ്ങനത്തെ ഒരു മൊമെൻറ്റ് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. അതൊക്കെ വെരി പ്രഷ്യസ് മൊമെൻറ്റാ. നിങ്ങളുടെ ചുറ്റും നിന്നെല്ലാവരും പറഞ്ഞേക്കാരും നിനക്കതൊന്നും കഴിയൂല, നീ അത്ര പഠിക്കണമൊന്നുമില്ലല്ലോ, അത് നല്ല പഠിക്കണ കുട്ടികൾക്കില്ലതാ എന്ന് പറഞ്ഞവരൊക്കെ നിൻ്റെ അടുത്ത് ഒന്ന് പറയും, നല്ലതായി മോളെ, നല്ലതാ, നിനക്കത് കിട്ടിയില്ലേ, കൺഗ്രാറ്റുലേഷൻ. ആ മൊമെൻ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കി. നിങ്ങളോട് വർത്താനം പറയുന്നവർ പോലും നല്ല സ്റ്റാൻഡേർഡായിട്ട് വർത്താനം പറയും. ആ സിറ്റുവേഷൻസൊക്കെ ഒരു മൊമെൻ്റ് ആലോചിച്ച് നോക്കി. നിങ്ങളെ പാരൻസിനും നിങ്ങളെ ബ്രദേഴ്സ് സിബ്ലിങ്സിനും ഭയങ്കരമായിട്ട് പ്രൗഡായിക്കാരും, അവർക്ക് പറയാൻ തന്നെ സന്തോഷമായിക്കാരും. എൻ്റെ അനിയത്തി അല്ലെങ്കിൽ എൻ്റെ അനിയൻ, എൻ്റെ ബ്രദർ ഇങ്ങനെ അച്ചീവ് ചെയ്തു, അവൾ നീറ്റ് ചെയ്തു, അവൾ ഡോക്ടറാണ്, അവൾ MBBS പഠിക്കുകയാണ്. ഒരു മൊമെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ മൊമെൻറ്റ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ മതി. ഇപ്പം നീറ്റ് 2026 ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ ക്രാക്ക് ചെയ്യാം. അത്രയും ഹാർഡ് വർക്ക് ഇട്ടാൽ, നല്ല ഹാർഡ് വർക്ക് ഇട്ടാൽ 2026 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കും. ആ 25 ലക്ഷം പേര് എഴുതുന്നതിൽ 27,000 പേരിൽ കിട്ടുന്നത് അതിലൊരാൾ നിങ്ങളുമാകാം. നിങ്ങൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് പുറകെ പോകണം. വേറെ ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും ഇന്ന് നിങ്ങൾ ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ റൈറ്റ്സ് ആണ്, നിങ്ങളുടെ ആഗ്രഹമാണ്, അത് നിങ്ങൾ തന്നെ നേടണം. വേറെ ആരും വന്ന് നിങ്ങൾക്ക് ഇതാ മോളെ നിനക്ക് നീറ്റിതാ ഇന്നാരും വന്ന് പറയില്ല. കാരണം വേറെ ആർക്കും നമ്മുടെ ലൈഫിൽ നമ്മളെ ചുറ്റുമുള്ള കുറച്ച് ഫാമിലീസിന് മാത്രമല്ലാതെ വേറെ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല നീ വലിയ നിലയിലെത്തണം. എല്ലാവർക്കും ഈ ലോകത്ത്
നിങ്ങൾക്കെല്ലാം ഈ പ്രസൻറ്റ് ലൈഫിൽ, ഈ ന്യൂ ജനറേഷനിലെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ ജയിക്കുന്നത് മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്ത കാലമാണ്. ആ ലൈഫിൽ നിങ്ങളുടെ ഫാമിലീസ് അല്ലാതെ വേറെ ആരും ഒന്നും പറയില്ല, നീ പഠിക്കേ എന്ന് പറയില്ല. മറ്റുള്ളവരെല്ലാവരും അവളെ കൊണ്ടൊന്നും കഴിയൂല. അങ്ങനെ പറയുന്നിടത്ത് നീ നീറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം നീ നേടിയിട്ടുണ്ടെങ്കിൽ, അവരുടെ മുന്നിൽ നിന്ന് നിനക്ക് തല ഉയർത്തി പറയാം, ഞാൻ നീറ്റ് വാങ്ങി, ഐ എം എ MBBS സ്റ്റുഡൻറ്റ്, ഐ എം എ ഡോക്ടർ പേര്. ഒന്ന് ആലോചിച്ച് നോക്കി, വിഷ്വലൈസ് ചെയ്ത് നോക്കി, ഒന്ന് കണ്ണുപിടിന്ന് ആലോചിച്ച് നോക്കി ആ ഒരു മൊമെൻറ്റ്. വാട്ട് എ മൊമെൻറ്റ്. ഇൻഷാ അല്ലാഹ് ഈ കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ എന്താണോ ആഗ്രഹം, നീറ്റാണെങ്കിൽ നീറ്റ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം അത് നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്.